ഫ്രീ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയറും കൂടെ ചെയ്യണ്ടേ? കാര്യം എന്താണെന്ന് മനസ്സിലാത്തവർക്ക് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീ PSC മെയിൻസ് കോച്ചിങ്ങിനെ പറ്റിയിട്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാട്ടോ, ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കൂ, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഡേ പ്ലാൻ ചെയ്യുന്നതും പ്രിപ്പറേഷനും ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് കാര്യം എന്താണ്, അന്ന് എന്തൊക്കെ ക്ലാസ്സസാണ് ഉള്ളതെന്ന് നമ്മൾ അറിയണം. അതിന് ഒരു വീക്ക്ലി ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഡെയിലിയും ഗ്രൂപ്പിലൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് ക്ലിയർ ആക്കാം ഇനി എന്തൊക്കെ ക്ലാസ്സസ് ആണ് ഉള്ളതെന്ന്. ക്ലാസ്സസ് ഓൾറെഡി ആപ്സിൽ അപ്ലോഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മുടെ മൂഡ് അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഏതാണോ ചെയ്യണം എന്നതിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഓരോരോ ക്ലാസ്സസ് ആയിട്ട് നമുക്ക് കണ്ടു തീർക്കാം. പിന്നെ ക്ലാസ്സസ് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, ഓരോ ക്ലാസ്സസ് കഴിയുമ്പോഴും ആ ഓരോ ടോപ്പിക്കിനെയും എക്സാംസും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞ് അപ്പോൾ തന്നെ ആ എക്സാമും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കാരണം അതുകൊണ്ടാണ് കാര്യമുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ ക്ലാസ്സസിലൂടെ നമുക്ക് എത്രത്തോളം മനസ്സിലായിരുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഇതേപോലെ ഡെയിലി എത്ര ക്ലാസ്സസ് ഉണ്ടോ അതെല്ലാം ആദ്യം ക്ലാസ്സസ് കാണുക, പിന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യുക, പിന്നെയും ക്ലാസ്, പിന്നെയും എക്സാംസ്, ആ ഒരു രീതിയിൽ പോവുക. ഇൻ കേസ് ഇനി ഇതല്ലെങ്കിൽ എല്ലാ ക്ലാസ്സസും കണ്ടതിന് ശേഷം പിന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്താലും മതി. എന്താണെങ്കിലും ആ ഒരു ഡേ തന്നെ ആ എക്സാംസ് എല്ലാം ഡെയിലി എക്സാംസ് എല്ലാം അറ്റംപ്റ്റ് ചെയ്യണം. പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. നമ്മളൊരു ക്ലാസ് കണ്ട് എക്സാംസും അറ്റംപ്റ്റ് ചെയ്തിട്ട് ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ടോപ്പിക് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പിന്നെയും മറന്നു. അപ്പോൾ അതിന് ഞാൻ ചെയ്യാറ്, ഞാനിപ്പോൾ ഇന്നൊരു ക്ലാസ് കാണുവാണ്, അതിൻ്റെ എക്സാമും അറ്റൻഡ് ചെയ്തെങ്കിൽ ഇന്ന് നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ ആ ടോപ്പിക്ക് ജസ്റ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്യാറുണ്ട്. അതിപ്പം എത്ര ക്ലാസ്സസ് ആണോ കണ്ടത് പറ്റുന്നതെല്ലാം അന്ന് തന്നെ ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് റീറ്റെയിൻ ചെയ്യാൻ ഒന്നും കൂടെ ഈസിയാണ്. ഞാൻ നോട്ട്സ് ഉണ്ടാക്കുന്നത് ചിലതൊക്കെ ഹാൻഡ് റിട്ടൺ ആയിരിക്കും, ഇതുപോലെ ക്ലാസ് കണ്ടിട്ട് എഴുതിയെടുക്കും. ചിലത് PDF പ്രിൻ്റ് എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ട് പോകും. ചിലതാണെങ്കിൽ PDF തന്നെ നോക്കിയിട്ട് വായിക്കും. അത് എൻ്റെ കംഫർട്ട് അനുസരിച്ച് ഓരോ സബ്ജക്റ്റൊക്കെ എനിക്ക് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ മിക്കവാറും ഹാൻഡ് റിട്ടൺ നോട്ട്സാണ് ഞാൻ ചെയ്യാറ്. ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്ന് തോന്നുകയാണെങ്കിലൊക്കെ അത് വേറെ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടോ വേറെ ഏതെങ്കിലും റെഫറൻസ് ബുക്കോ വെച്ചിട്ട് അതും കൂടെ ക്ലിയർ ചെയ്യും. അന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കും. പിന്നത്തേക്ക് മാറ്റി വെക്കാതെ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാംസും അതുപോലെ റിവിഷനും ചെയ്യുക. അതേപോലെ തന്നെ വേറെ റെഫറൻസ് ബുക്ക് വല്ലതും നോക്കണോ, എക്സ്ട്രാ നോളജ് വല്ലതും വേണോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും അന്ന് തന്നെ ക്ലിയർ ചെയ്ത് വെക്കും. പിന്നെ വരുന്നത് മന്ത്ലി എക്സാമാണ്. മന്ത്ലി എക്സാമിന് നമ്മൾ അതുവരെ വീക്ക്ലി എക്സാംസിൽ വന്ന ടോപ്പിക്സൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അതിന് വേറെ ടൈം ടേബിൾ തരും ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളത്. അപ്പം ആ ടോപ്പിക്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഈ ക്ലാസ്സസും എക്സാംസും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അത് കറക്റ്റായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കുകയും കൂടെ വേണം. അപ്പോഴാണ് ആ മന്ത്ലി എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്കത് കറക്റ്റായിട്ട് തീർക്കാൻ പറ്റുള്ളൂ. അല്ലാതെയും ഇപ്പം PSC മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, മീൻസ് വേറെ ജോലി ചെയ്യുന്നില്ല, വേറെ എക്സാംസിലൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ഡെയിലി ക്ലാസ്സസും പ്രിപ്പറേഷനും കഴിഞ്ഞാലും ഡെയിലി റിവിഷന് തന്നെ ടൈം കുറച്ചും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ മാക്സിമം ഡെയിലി പഴയ ക്ലാസ്സസൊക്കെ തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് പോകാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് അത് കുറച്ചും കൂടി എളുപ്പമാവും. ഞാൻ ഈ പറഞ്ഞ പ്ലാൻ ഫ്രീ കോച്ചിങ് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് ആർക്കും ഫോളോ ചെയ്യാം. ഈ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ് ചെയ്യുന്നവരാണെങ്കിലും സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ആർക്കാണെങ്കിലും ഇത് ഫോളോ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്ലാസ്സസ്, എക്സാംസ്, റിവിഷൻ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും. എക്സാംസ് ഒക്കെ അടുത്ത് വരാറായി, ഇനി അധികം ടൈമില്ല എല്ലാവർക്കും. അതുകൊണ്ട് മാക്സിമം ക്ലാസ്സൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടും റിവൈസ് ചെയ്തിട്ടൊക്കെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഹാപ്പി ലേണിംഗ്.